ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികൾക്ക് സ്കൂളൊക്കെ തുറന്ന ആ ഒരു സമയത്തെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ തിങ്കളാഴ്ച മുതൽ ചാരുമോൾ സ്കൂള് തുറന്ന് അവൾ സ്കൂളിൽ പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ചിട്ടിക്കുട്ടിക്കാണെങ്കിൽ 4-ാം തീയതിയാണ് കേട്ടോ തുറന്നത്. അവരുടെ സ്കൂള് CBSE ഒക്കെ 4-ാം തീയതിയാണ്. മറ്റേ നമ്മുടെ സാധാരണ സ്കൂളൊക്കെ 2-ാം തീയതി തുറന്നു. അപ്പോൾ ഇന്ന് മുതൽ ചെട്ടിക്കുട്ടി സ്കൂളിന് പോവാണ്. അപ്പോൾ അവൾക്ക് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇന്ന് മുതൽ കുറച്ച് നേരത്തെ നമുക്ക് എണീറ്റ് വീട്ടിലെ പണികളൊക്കെ തുടങ്ങണം. മറ്റേതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 മാസം പൂട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് മെല്ലെ എണീറ്റാൽ മതി. രാവിലത്തെ കഴിക്കാനുള്ളത് ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഉച്ചക്കത്തേക്ക് പതുക്കെ നോക്കിയാൽ മതി. പക്ഷേ ഇനി അങ്ങനെ പറ്റില്ല. അപ്പോൾ രാവിലെ തന്നെ ചോറും കറിയും പിന്നെ രാവിലെ കഴിക്കാനുള്ളതൊക്കെ ആവണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനി മുതൽ നമ്മുടെ വ്ളോഗിൽ ഇതുപോലെ നേരത്തെ എണീറ്റിട്ടുള്ള പണികളായിരിക്കും. അപ്പോൾ എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെ അല്ലേ. സ്കൂളൊക്കെ തുറന്നപ്പോൾ ഇനിയിപ്പോൾ ഉറക്കം ഉണ്ടാവില്ല. രാത്രി തന്നെ അതിൻ്റെ ഉള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി വയ്ക്കും. പിന്നെ രാവിലെ ഇതേപോലെ നേരത്തെ എണീറ്റ് തീ പിടിപ്പിക്കലും ചോറും കറിയും ഉണ്ടാക്കണമൊക്കെ തിരക്കായിരിക്കും. അപ്പോൾ പണിക്ക് പോകണ അമ്മമാരൊക്കെ ആണെങ്കിൽ അവർക്കതൊരു ശീലമാവും. എന്താ പറയുക, രാവിലെ തന്നെ എപ്പോഴും ഉണ്ടാക്കി എടുക്കുന്നത് കൊണ്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മളിപ്പോൾ എവിടെയും പോകണില്ലല്ലോ. അപ്പോൾ പിള്ളേർക്ക് സ്കൂൾ തുറക്കുമ്പോൾ അമ്മമാർക്കൊരു മടിയാണ് രാവിലെ നേരത്തെ എണീക്കണ്ടേന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ നമ്മുടെ മടിയൊക്കെ മാറ്റി വെച്ചാലല്ലേ നമുക്ക് മക്കളെ സ്കൂളിൽ നേരത്തിന് കാലത്തിന് വിടാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളിതാ ഇന്നിപ്പോൾ നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 5:30 ആകുമ്പോഴാണ് കേട്ടോ എണീറ്റത്. അങ്ങനെ ചോറിനുള്ള അടുപ്പൊക്കെ തീ കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചു കേട്ടോ. അങ്ങനെ അവിടെ അരിയൊക്കെ ഇട്ടിട്ട് അത് തിളച്ച് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാനിത് അവിടെ ഉപ്പേരിക്കുള്ളതൊക്കെ നുറുക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും കൂടെ ഉപ്പേരി വെക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ചു. അപ്പോൾ ഞാനിപ്പോൾ രാവിലെ എണീറ്റിട്ട് മുറിച്ചതാണ് കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോ അങ്ങനെ എടുക്കാനായിട്ട് പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്കങ്ങനെ നമുക്ക് ഫോണൊന്നും അങ്ങനെ കയ്യിൽ കിട്ടണത് കുറവാണ് കേട്ടോ. കുറവെന്ന് പറയുമ്പോൾ ഇപ്പോൾ ശാരമോൾക്കാണെങ്കിൽ 10-ാം ക്ലാസ്സാണ്. അപ്പോൾ അവൾക്ക് നല്ലോണം പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ എപ്പോഴും ഫോണെടുത്തിട്ട് അവൾക്ക് കുറേ എഴുതാനും നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്ന ടൈമിലായിരിക്കും അവർ എഴുതാനെടുക്കണം. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ആളിപ്പോൾ കുറച്ച് നേരത്തെയൊക്കെ എണീറ്റിട്ട് 4:30-5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എണീറ്റിട്ട് പഠിക്കണൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ എന്താ അറിയില്ല, ആദ്യത്തെ ഒരു ഇതാണോ അല്ലെങ്കിൽ ഇനി ഒരു വർഷം മുഴുവൻ ഇങ്ങനെ ആവുമോയെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും എഴുതാനും പഠിക്കാനും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർ രാവിലെ ഞാനിപ്പോൾ ഫോൺ എടുത്താലും കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പറ്റുള്ളൂ. ആ ഇടയ്ക്ക് ഇങ്ങനെ മക്കൾ ഫോണും കൊണ്ടുപോകും എഴുതാനുണ്ടെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് വീഡിയോസൊക്കെ മിസ്സാവും കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ടൈമിൽ നമ്മൾ ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും ഒക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ബീട്രൂട്ട് തനിയെ വെക്കുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ചെറിയൊരു മധുരമൊക്കെ ആണല്ലോ. അപ്പോൾ തനിയെ ബീട്രൂട്ട് വെച്ചാൽ ആകെ ഒരു എന്താ പറയുക അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് എപ്പോഴും ഇങ്ങനെ ഉരുളക്കിഴങ്ങ് ചേർത്ത് വയ്ക്കുമ്പോഴാണ് കേട്ടോ കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് തോന്നിയത്. പിള്ളേർക്കും അങ്ങനെ ഇഷ്ടമാണ്. നമ്മൾ ബീട്രൂട്ട് മാത്രം വെക്കുമ്പോൾ അങ്ങോട്ട് കഴിക്കാനായിട്ട് നമുക്ക് എടുക്കാൻ തന്നെ ഒരു മടിയാണ്. ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ തേങ്ങയൊക്കെ ചേർത്താൽ പിന്നെ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പണ്ടൊന്നും ഈ ബീട്രൂട്ട് ഉപ്പേരി എന്ന് പറഞ്ഞാൽ കണ്ണെടുത്താൽ കണ്ടുകൂടാത്തൊരു സാധനമാണ്. ഇപ്പോൾ പിന്നെ നമ്മൾ വലുതാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഗുണങ്ങളും ഒക്കെ മനസ്സിലാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ കഴിക്കാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ മക്കളെയും കഴിപ്പിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ എന്തായാലും ബീട്രൂട്ട് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ചീനച്ചട്ടിയിൽ എപ്പോഴും പോലെ തന്നെ കേട്ടോ ഞാൻ നമ്മൾ ഉപ്പേരി വയ്ക്കണ എല്ലാം ഒരേ പോലെ തന്നെയല്ലേ. ചീനച്ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മൾ സവാള അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ കഷ്ണങ്ങളും വാരിയിട്ട് ഉപ്പും ചേർത്ത് വെള്ളമൊഴിച്ച് വേവിക്കാനായിട്ട് വെച്ചുട്ടാ. പിന്നെ ഇനിയിപ്പോൾ കഴിക്കാനുള്ളത് എന്താ ഉണ്ടാക്കുക, നമ്മൾ അരിപ്പൊടി ഉണ്ടല്ലോ അത് പൊടിച്ചിട്ട് വന്നിട്ടുണ്ടല്ലോ.
അപ്പോൾ പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വേഗം പുട്ടിനുള്ള പൊടിയൊക്കെ എടുത്തിട്ട് കുഴച്ച് നോക്കിയപ്പോഴാണ് ആലോചിച്ചത് നമ്മുടെ പുട്ട് കുറ്റീൻ്റെ പാത്രം ഉണ്ടല്ലോ അതിങ്ങനെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മണ്ണിൻ്റെ പാത്രമാണ്, അതായത് നമ്മൾ സ്റ്റീലിൻ്റെ പാത്രവും പൊട്ടി, ഇപ്പം മണ്ണിൻ്റെ ഉള്ളതും അതും പൊട്ടിക്കിടക്കാണ് കേട്ടോ. അപ്പം പിന്നെ പുട്ട് കുറ്റിയിൽ വെള്ളം നിറച്ചാൽ വെള്ളം മൊത്തം നമുക്ക് താഴെ പോവും. അതുകൊണ്ട് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ ഇഡ്ഡലിൻ്റെ തട്ടുണ്ടല്ലോ അത് വെച്ച് അതിൽ വാഴയിലയൊക്കെ വെച്ചിട്ട് ഞാൻ പൊടിപ്പുട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് വെച്ചാൽ എന്തായാലും നമ്മൾ പൊടിച്ച് വെച്ചാൽ അത് തന്നെ പുട്ട് പൊടിച്ചാൽ ഇതുപോലെ തന്നെയല്ലേ ആവണം. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ പുട്ടുപാത്രമൊന്നും ശരിയാക്കാനുള്ള സമയമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ ഇതുപോലെ ആവി കയറ്റി എടുക്കാനായിട്ട് വാഴലിൻ്റെ മുകളിൽ വെച്ചിട്ട്, അപ്പോൾ ഈ വാഴലിൻ്റെ ഒരു മണമൊക്കെ കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. പൊടിപ്പുട്ട് എന്നൊക്കെ നമ്മുടെ അവിടെ പറയും കേട്ടോ, പാലക്കാട്ടുകാർ അങ്ങനെ പറയും പൊടിപ്പുട്ട്. പിന്നെ അതിന് വേറെ എന്തൊക്കെയോ പേരുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ഇവിടെ അങ്ങനെയാണ് കേട്ടോ പറയണത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ ഈ പുട്ടിനെ പറയണമെന്ന് പറയും. പിന്നെ ഉതിർപ്പുട്ടെന്ന് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ പുട്ടുണ്ടാക്കി പിന്നെ അവസാനം നമ്മളത് എടുത്ത് ഹോട്ട് ബോക്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മേലെ കുറച്ച് തേങ്ങ ചിരവിയത് ഇടുക. പിന്നെ മണത്തിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ നെയ്യിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാനത് വെളിച്ചെണ്ണ ഒഴിച്ചില്ല, കുറച്ച് നെയ്യാണ് കേട്ടോ ഇട്ടത്. എന്നിട്ട് ഈ ചൂടോടെ കൂടെ തന്നെ നമുക്കിങ്ങനെ അടച്ച് വെക്കാം. അപ്പോൾ നെയ്യൊക്കെ ഒന്ന് ഉരുകി നമ്മുടെ ഈ ഒരു പൊടിപ്പുട്ടിൽ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരും. അപ്പോൾ നമ്മുടെ രാവിലെ കഴിക്കാനുള്ള ഒരു ഇത് റെഡി ആയിട്ട് കേട്ടോ. അതിൻ്റെ കൂടെ പഴമാണ് കേട്ടോ കഴിച്ചതെന്ന് രാവിലെ, പൊടിപ്പുട്ടും പഴവും. പിന്നെ അതാ നമ്മളെ ഉപ്പേരിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. എനിക്ക് അവസാനം നമ്മൾ തേങ്ങയും കൂടെ ചേർത്ത് കുറച്ചും കൂടെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ, അതൊന്ന് വറ്റിച്ചെടുത്താൽ നമ്മുടെ ഉപ്പേരി റെഡിയായി. അങ്ങനെ രാവിലത്തെ പൊടിപ്പുട്ടും ചോറും പിന്നെ ഉപ്പേരിയും മാത്രമാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതിനിടയ്ക്ക് ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. അങ്ങനെ ഇതാ മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട് കേട്ടോ. ചെട്ടിക്കുട്ടിക്ക് പിന്നെ നിർബന്ധമൊന്നുമില്ല, കറി വേണമെന്നൊന്നുമില്ല, പലഹാരമാണെങ്കിൽ കൊണ്ടുപോകും. അവൾക്ക് ഉപ്പേരിയോ ചോറും അങ്ങനെ ചാറ് കൂട്ടാനൊന്നും വേണമെന്നില്ല. അപ്പോൾ അവൾക്ക് ഉപ്പേരിയും ചോറുമാണ് കേട്ടോ ആക്കി കൊടുത്തു. പിന്നെ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ഏട്ടനെ വർക്കൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ടിരുന്നാണ്. 9 മണിയായപ്പോൾ ആൾ പിന്നെ ജോലിക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ഏട്ടനും പോയതിന് ശേഷം ഞാൻ തുണികളൊക്കെ കഴുകിയിട്ടു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തുണിയൊക്കെ ഒന്ന് വിരിച്ചിടാനായിട്ട് വന്നിട്ടാണ്. ഇന്നിപ്പോൾ കുറച്ച് വെയിലൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ കുറേ ദിവസമായിട്ട് 3-4 ദിവസമായിട്ട് ഇങ്ങനെ നല്ല വെയിലുണ്ട് കേട്ടോ. ഇടയ്ക്ക് ചെറുതായിട്ടൊരു മഴക്കോളും മഴച്ചാറ്റലും ഒക്കെ വരും, എന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ വെയിൽ കണ്ടു വെച്ചാൽ പിന്നെ നമ്മൾ വേഗം തന്നെ തുണികളൊക്കെ കഴുകാൻ, എത്ര മടിയാണെങ്കിലും അങ്ങനെയല്ലേ, തുണികളൊക്കെ കഴുകാനുണ്ടെങ്കിൽ വേഗം വേഗം കഴുകിയിടല്ലേ. അപ്പോൾ അങ്ങനെ തുണിയൊക്കെ കഴുകിയിട്ട് അതൊന്ന് വിരിച്ചൊക്കെ ഇടുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്ക് കറിയൊക്കെ വെക്കണം. ഏട്ടനിവിടെ അടുത്ത് ജോലി ആയതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് വരും. അപ്പം പിന്നെ കറിയൊക്കെ ഉണ്ടാക്കണം. അപ്പം ഞാനും പിള്ളേരും മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉപ്പേരിയോ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ മതിയാവും കേട്ടോ ഞങ്ങൾക്ക്. ഏട്ടൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ കറി വെക്കാനായിട്ട് ഇനി നോക്കണം. അപ്പോൾ ഇതാ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇതാ ഉമ്മറത്ത് തെണ്ണിയൊക്കെ ഒന്ന് അടിച്ചു വിടാം കേട്ടോ. രാവിലെ മുറ്റുവടി എല്ലാം കഴിഞ്ഞതാണ്. പക്ഷെ നമ്മുടെ റോസി ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിച്ചു കോരിക്കൊണ്ടേയിരിക്കണം. കാരണം ഇവൾ നന്നായിട്ട് ഈ രോമം നന്നായിട്ട് കൊഴിയുണ്ട് കേട്ടോ റോസിൻ്റെ. അപ്പോൾ ഈ തിണ്ണയിലൊക്കെ ഇങ്ങനെ പാറി പറന്ന് കിടക്കും. അകത്തേക്കൊന്നും വരില്ല, എന്നാലും തിണ്ണയിലൊക്കെ നമുക്ക് രോമങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ ചൂലെടുത്ത് അടിച്ചു വിടുമ്പോൾ അവൾ അങ്ങോട്ട് പോകുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അവൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ അപ്പോൾ അവൾ തിണ്ണയിൽ തന്നെയാണ് കേട്ടോ കിടക്കുന്നത്. മഴ പെയ്യുന്നു വെച്ചാൽ തിണ്ണയിൽ അതുപോലെ ചാക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നൂൽച്ചാക്ക്. അപ്പോൾ അവൾ അവിടെ തന്നെയാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ മഴയില്ലാത്തതുകൊണ്ട് മുറ്റമൊക്കെ നല്ല വൃത്തിയായി കിടക്കുന്നുണ്ട്. മഴയായ അളി വിളിയായിട്ട് കിടക്കും കേട്ടോ. പിന്നെ കല്ല് മണ്ണായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, ചരൽ മണ്ണായതുകൊണ്ട് ഇങ്ങനെ ചളി വിളൊന്നും ആവില്ല. അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇതാ കൂട്ടാൻ വെക്കാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഉപ്പേരി വെക്കാനുള്ളത് മാത്രമായിട്ട് വാങ്ങിയിട്ട് വന്ന്. അപ്പോൾ കൂട്ടാൻ വെക്കാൻ നോക്കിയപ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഞാൻ തൊട്ടടുത്ത വീട്ടിൽ പറമ്പിൽ വന്നിട്ട് മുരിങ്ങ പൊട്ടിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് മുരിങ്ങ പൊട്ടിക്കാനായിട്ട് ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. മുരിങ്ങയില പൊട്ടിക്ക്. അങ്ങനെ അവിടുത്തെ വീട്ടിൽ നിന്ന് തന്നെ തോട്ടിയൊക്കെ എടുത്തിട്ട് ഞാനിതാ മുരിങ്ങയിലൊക്കെ പൊട്ടിച്ചിട്ടാണ്. മുരിങ്ങയില ഇതുപോലെ ചെറിയ ചെറിയ കൊമ്പുകളായിട്ടാണ് കിട്ടിയത്. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ എല്ലാം ഇലകളായിട്ട് ഒടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കനാലിൻ്റെ അവിടെ ഒരു കൊമ്പ് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിൽ നിന്നാണ് പറിച്ചെടുത്തത്. അങ്ങനെ നമ്മൾ മുരിങ്ങയിലയൊക്കെ കൊണ്ടുവന്നു. പിന്നെ കുക്കറിനകത്ത് പരിപ്പ് വേവിക്കാനായിട്ട് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ മുരിങ്ങയില
ഊരാനായിട്ട് ഇരുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ തണുപ്പൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ ഈ പുറത്ത് ഇരുന്നിട്ട് തന്നെ മുരിങ്ങയിലയൊക്കെ ഊരിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പുറത്ത് കൊണ്ടുവന്നിരുന്നതാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിപ്പോൾ ഒരു 2 ആഴ്ച മുമ്പ് ഇതുപോലെ മുരിങ്ങയില പരിപ്പിട്ടിട്ട് കറി വയ്ക്കണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് കുറേ പേര് കണ്ടു കേട്ടോ. കുറേ പേരെന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം ആളുകളോളം നമ്മുടെ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. 2 ആഴ്ച മുമ്പ് ഇട്ടത് നന്നായിട്ട് കയറിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പറഞ്ഞു മുരിങ്ങയില ഉണ്ടാക്കുന്നത് നന്നായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ തേങ്ങയൊന്നും ചേർക്കാണ്ട് ഇങ്ങനെ മുരിങ്ങയില ഇട്ടിട്ട് കടഞ്ഞെടുത്തതാണ്. അപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു കറി, കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ കമൻറ്റ് ബോക്സിൽ. അപ്പോൾ എനിക്കും ഇഷ്ടമാണ് കേട്ടോ മുരിങ്ങയില, എങ്ങനെ ഉണ്ടാക്കിയാലും ഞാൻ കഴിക്കും. ഇപ്പോൾ തേങ്ങ ഇട്ടിട്ടാണെങ്കിലും ഇല്ലാതാണെങ്കിലും നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇതിനൊപ്പം ഞാൻ മാന്തള മീനാണ് കേട്ടോ അന്ന് വറുത്തിട്ടുണ്ടായിരുന്നത്. അടിപൊളിയാണ് നമ്മൾ ഈ മാന്തള മീൻ വറുത്തതും മുരിങ്ങയില കറിയും കഴിക്കാനായിട്ട്. അല്ലെങ്കിൽ മുരിങ്ങയില കറി ആണെങ്കിൽ എന്ത് മീനാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഉണക്ക മീനാണെങ്കിലും ശരി, നല്ല എന്താ പച്ചമീനാണെങ്കിലും നല്ലതാണ് കേട്ടോ. അപ്പോൾ മുരിങ്ങയിലയും മീനും കഴിക്കാൻ പാടില്ല എന്ന് ചിലർ പറയുന്നത് കേൾക്കുന്നുണ്ട്. പക്ഷേ എനിക്കറിയില്ല. പക്ഷേ നമ്മളിവിടെ മുരിങ്ങയിലൻ്റെ കൂടെയൊക്കെ ഇതുപോലെ മീനോ മുട്ട വറുത്തതൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ എല്ലാവരും കണ്ട് നല്ല അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ ഇന്നിപ്പോൾ മുരിങ്ങയില കറി വയ്ക്കാൻ പോകണം. അപ്പോൾ ഞാനിപ്പോൾ തേങ്ങയൊക്കെ അരച്ചിട്ടിട്ടാണ് കേട്ടോ കറി വയ്ക്കണത്. ഇല്ലെങ്കിൽ പിന്നെ വൈകുന്നേരത്ത് പിന്നെ വീണ്ടും കറി വയ്ക്കണേ. ഓൾറെഡി നമ്മൾ മുരിങ്ങയില എങ്ങനെ കറി വെച്ചാലും ഇവിടെ പിള്ളേർക്ക് ഇഷ്ടമായതുകൊണ്ട് കറി വൈകുന്നേരത്തേക്ക് തികയുമെന്നൊന്നും അറിയില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ തേങ്ങയും കൂടെ ഇടാതെ വെച്ചാൽ തികയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ തേങ്ങയൊക്കെ അരച്ചിട്ടാണ് കേട്ടോ വയ്ക്കുന്നത്. ഞാൻ മുരിങ്ങയില തേങ്ങ അരച്ച് വയ്ക്കുന്നത് പരിപ്പ് നന്നായിട്ട് വേവിച്ച് പിന്നെ അതിൽ ഉപ്പും മുളകൊക്കെ ചേർത്ത് തിളപ്പിച്ചതിന് ശേഷം പിന്നെ മുരിങ്ങയില ഇടും. എന്നിട്ട് അതൊന്നും ഇങ്ങനെ ആവി കയറി വന്നതിന് ശേഷം പിന്നെ നമ്മൾ തേങ്ങ അരച്ച് ചേർക്കണം കേട്ടോ. തേങ്ങേൻ്റെ കൂടെ നമ്മൾ വെളുത്തുള്ളി, ജീരകം, കുരുമുളകും കൂടെ ചേർത്തിട്ട് ആ ഒരു അരപ്പ് ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ മുരിങ്ങയിലയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതും അതിനകത്ത് തേങ്ങ അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ കടുക് പൊട്ടിക്കണ പണിയൊന്നുമില്ല കേട്ടോ ഞാൻ. അതങ്ങനെ നമ്മളെന്താണ് ഓഫ് ചെയ്ത് വയ്ക്കുക, അടുപ്പ് ഓഫ് ചെയ്തിട്ട് പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് ഒഴിച്ചെടുക്കുക കേട്ടോ. നല്ലൊരു മണമാണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുമ്പോൾ. കടുക് പൊട്ടിക്കുന്നതിനേക്കാളും എനിക്ക് അങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ ഇഷ്ടം മുരിങ്ങയില. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റും ആയിരിക്കും. ഇതുപോലെ ഉണക്കമീനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ നന്നായിരിക്കും കേട്ടോ. ഇപ്പോൾ ഉണക്കമീനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ രാവിലെ വെച്ച ബീട്രൂട്ട് ഉപ്പേരിയും മുരിങ്ങയില കറിയും കൂടിയിട്ടാണ് കേട്ടോ ഉച്ചയ്ക്ക് കഴിച്ചത്. അപ്പോൾ ചില കുട്ടികളൊന്നും മുരിങ്ങയില കഴിക്കാനായിട്ട് കൂട്ടാക്കില്ല, ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മുട്ടൻ്റെ കൂടെ ഇട്ട് വറുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് എന്താണോ ഇഷ്ടം അതിൻ്റെ കൂടെ കുറച്ച് മുരിങ്ങയില ചേർത്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അവർ അത് കഴിച്ചോളും. അവർ പോലും അറിയാതെ തന്നെ അവർ കഴിച്ചോളും. അപ്പോൾ ഞാനിതാ പരിപ്പും ഒക്കെ വേവിച്ച് വെച്ചു. ഉപ്പും മുളകൊക്കെ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ മുരിങ്ങയില ചേർത്ത് വെന്ത് വന്നപ്പോൾ തന്നെ നമ്മൾ ആ ഒരു വേവിച്ച പരിപ്പും ചേർത്തിട്ടുണ്ട്, തേങ്ങയും കൂടെ ചേർത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുപ്പ് ഓഫ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ നമ്മുടെ അടിപൊളി മുരിങ്ങക്കറി റെഡിയായി. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ.